ജീവിതത്തിൽ ദുഃഖമില്ലാത്തവർ ആരാണ്? ഒരു ചെറുപ്പക്കാരനും ഒരു മുതിർന്നവനും സമ്പന്നനും ദരിദ്രനും എല്ലാവർക്കും ഏതെങ്കിലും വിധത്തിൽ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. ജീവിതത്തിൽ ഒരാൾക്കും ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ദുഃഖം. തങ്ങൾ ജനിച്ച നിമിഷം മുതൽ തന്നെ ഒരു കുഞ്ഞു കരച്ചിലോടെയാണ് ഈ ലോകത്തിലേക്ക് വരുന്നത്. അവിടെ തന്നെ ജീവിതത്തിൻ്റെ ആദ്യ പാഠം ദുഃഖം നമ്മോടൊപ്പം തുടങ്ങുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദുഃഖമുണ്ടാവുന്നത്? ഈ ചോദ്യം തന്നെ 2500 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധനെ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ച ഒന്നാണ്. അദ്ദേഹം കണ്ടെത്തിയത് ദുഃഖത്തിന് കാരണങ്ങളുണ്ടെന്നാണ്. അവ തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. ദുഃഖം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ബുദ്ധൻ്റെ അഭിപ്രായത്തിൽ ജീവിതം ദുഃഖമത്രേ. ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം ജീവിതം നിരാശാജനകമാണെന്ന് അർത്ഥമാക്കിയതല്ല, പകരം ജീവിതത്തിൽ അനിവാര്യമായ ചില വേദനകൾ ഉണ്ടെന്നതാണ്. ഉദാഹരണത്തിന് ജനനം, അത് ദുഃഖത്തോടെയാണ് ആരംഭിക്കുന്നത്. വാർദ്ധക്യം നമ്മളാരും ഒഴിവാക്കാനാവാത്തൊരു സത്യമാണ്. പിന്നെ നമ്മൾ നേരിടുന്ന രോഗം, മരണം, ഇവയെല്ലാം. ഇതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ളത് നഷ്ടപ്പെടുമ്പോൾ, നമുക്കിഷ്ടമില്ലാത്തത് കിട്ടുമ്പോൾ, ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ എല്ലാം ദുഃഖം സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ പറഞ്ഞത് ദുഃഖം ജീവിതത്തിൻ്റെ അനിവാര്യ ഭാഗമാണ്. ദുഃഖം മനസ്സിലാകുമ്പോഴാണ് അതിൽ നിന്ന് നാം മോചനം നേടുന്നത്. ദുഃഖത്തിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ്റെ അമിത ആസക്തിയാണ്. അമിതമായി എന്തിനോടെങ്കിലും മനുഷ്യനുള്ള ആഗ്രഹം. ഇവയാണ് ബുദ്ധൻ പറഞ്ഞത് ദുഃഖത്തിന് പ്രധാന കാരണമായി. എനിക്കിത് വേണം, ഇതെപ്പോഴും എൻ്റെ കൈവശം വേണം, ഇത് നഷ്ടമാകരുത് എന്നു തുടങ്ങിയ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ അവനെ ദുഃഖത്തിലാഴ്ത്തുന്നു. അധികം സമ്പാദിക്കാനായി ഉറക്കം കളഞ്ഞ് കഷ്ടപ്പെടുന്നവർ, ബന്ധങ്ങളിൽ നിന്നും വിഷമങ്ങൾ നേരിടുന്നവർ, എന്തെങ്കിലും നേടിക്കഴിഞ്ഞാലോ അത് നഷ്ടപ്പെടുമെന്ന ഭയം കൊണ്ട് വിഷമിക്കുന്നവർ, എല്ലാവരും ഇതിൻ്റെ ഇരകളാണ്. മനുഷ്യരൊരിക്കലും പൂർണ്ണമായി തൃപ്തരാകുന്നില്ല. കിട്ടിയാൽ പോലും നഷ്ടപ്പെടുമെന്ന ഭയം മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. കിട്ടിയില്ലെങ്കിൽ നിരാശയും അസൂയയും കൊണ്ട് നിറയും. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. ജീവിതം അനിത്യമാണെന്ന് തിരിച്ചറിയാതെ നമ്മളെല്ലാം സ്ഥിരമാണെന്ന് കരുതി ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നു. പക്ഷെ സത്യമെന്നത് ഒന്നും നിലനിൽക്കുന്ന ഒന്നല്ല എന്നതാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണെന്ന് നാം തിരിച്ചറിയണം. നമ്മൾ കരുതുന്നത് സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം എല്ലാം നിലനിൽക്കും, എന്നും നിലനിൽക്കും എന്നതാണ്. പക്ഷെ സത്യമെന്നതോ എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നതാണ്. ഇത് തിരിച്ചറിയാത്തതിനാലാണ് മനുഷ്യൻ ആവശ്യമില്ലാത്ത ആസക്തികളിൽ പെട്ട് കുടുങ്ങിപ്പോകുന്നത്. ഒരു ചെറിയ കഥ പറഞ്ഞു തരാം. ഒരു ഗ്രാമത്തിൽ ഒരാൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മനോഹരമായ പാത്രമുണ്ടായിരുന്നു. അയാൾ അതിനെ തിളക്കത്തോടെ സൂക്ഷിച്ചു, എന്നും വൃത്തിയാക്കുമായിരുന്നു. പക്ഷെ ഒരു ദിവസം അത് നിലത്ത് വീണ് പൊട്ടിപ്പോയി. അയാൾ കരയാൻ തുടങ്ങി. എൻ്റെ ജീവിതം തന്നെ തകർന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. കഥയിൽ വ്യക്തമാക്കുന്നത് പാത്രം പൊട്ടുന്നത് സ്വാഭാവികമാണ്, പക്ഷെ അതെന്നും എപ്പോഴും അതുപോലെ നിലനിൽക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് അയാളെ ദുഃഖത്തിലേക്ക് നയിച്ചത്. മറ്റൊരു കഥയിൽ ബുദ്ധൻ്റെ കാലത്ത് ഒരു സ്ത്രീ തൻ്റെ ഏക മകനെ നഷ്ടപ്പെട്ട് ദുഃഖത്തിൽ മുങ്ങി. അവൾ ബുദ്ധൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എൻ്റെ മകനെ തിരികെ ജീവിപ്പിക്കാൻ സാധിക്കുമോ? ബുദ്ധൻ പറഞ്ഞു, നിന്റെ ഗ്രാമത്തിൽ ഒരാളുടെ വീട്ടിൽ മരണമില്ലാത്തൊരു കുടുംബമുണ്ടെങ്കിൽ അവിടെ നിന്ന് നീ ഒരു കടുകുമണി കൊണ്ടുവരിക. സ്ത്രീ ഗ്രാമം മുഴുവൻ നടന്നു, പക്ഷെ എല്ലായിടത്തും മരണം കണ്ടു. അവൾ തിരിച്ചറിഞ്ഞു, മരണം, വേർപാട് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഈ കഥ നമ്മോട് പറയുന്നത് ദുഃഖത്തിൻ്റെ കാരണം പുറത്തല്ല, അത് നമ്മുടെ ഉള്ളിലാണെന്നതാണ്. വസ്തുക്കൾ മാറും, ബന്ധങ്ങൾ മാറും, പക്ഷെ വിടാതെ പിടിച്ചു നിർത്തുന്നതോ നമ്മുടെ ആഗ്രഹങ്ങളും അമിത ആസക്തിയുമാണ്. ഇവ തന്നെയാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ മൂല കാരണവും. ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കാൻ എന്ത് ചെയ്യാമെന്ന ചോദ്യത്തിന് ബുദ്ധൻ പറഞ്ഞ മറുപടി ഇതാണ്: ജീവിതത്തിൻ്റെ അനിത്യത തിരിച്ചറിയുക. എല്ലാം മാറും, ഒന്നും സ്ഥിരമല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വന്തമാക്കിയതിനോട് മാത്രം ആഗ്രഹിച്ചും ആസക്തിയോടും കൂടി ജീവിക്കാതെ കിട്ടുന്നതിനെയെല്ലാം നന്ദിയോടെ സ്വീകരിക്കാനും പഠിക്കുക. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളോടും ഒരു ശരിയായ കാഴ്ചപ്പാട്, ശരിയായ ചിന്ത, ശരിയായ രീതിയിലുള്ള പ്രവൃത്തി, പരിശ്രമം, ഒരു നല്ല ശരിയായ ഏകാഗ്രത, ഇത് പ്രാവർത്തികമാക്കിയാൽ തന്നെ നിങ്ങളുടെ അമിത ആഗ്രഹങ്ങളും മോഹങ്ങളും കുറയുന്നതാണ്. മൂന്നാമതായി പറയുന്നത് ധ്യാനമാണ്. മനസ്സിനെ ശാന്തമാക്കി ആഗ്രഹങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ധ്യാനം നമ്മെ സഹായിക്കും. ധ്യാനം ചെയ്താൽ ദുഃഖം വരുന്ന രീതിയും അതിൻ്റെ കാരണങ്ങളും അതിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗവും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നാലാമതായി കരുണയും നന്ദിയും. മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുമ്പോൾ സ്വന്തം ദുഃഖം ചെറുതായി തോന്നും. നന്ദിയോടെ ജീവിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതിയായ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും കുറയ്ക്കാൻ സാധിക്കും. ജീവിതത്തിൽ ദുഃഖം ഒഴിവാക്കാനാവില്ല, പക്ഷെ അതിൻ്റെ കാരണം തിരിച്ചറിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ സാധിക്കും. ബുദ്ധൻ്റെ വാക്കുകൾ പോലെ ദുഃഖം കാരണമുള്ളതാണ്, അതിനാൽ അതിന് പരിഹാരവുമുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.